ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 44, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. സ്നിഹ്യതീയസ്തവ പുത്രേ മുഖ്യതീ സനമായികൈ പുനഃശ്ലോകൈഃ ദ്രുഹ്യതീയ സന്തു നശ്യോ ഇത്യവദത്തേ മഹത്വമൃഷിവര്യഃ. അന്വയം അർത്ഥം. യഹ യാതൊരുവൻ, തവ അങ്ങയുടെ, പുത്രേ പുത്രനിൽ, സ്നിഹ്യതി സ്നേഹിക്കുന്നുവോ, സഹ അവൻ, പുന വീണ്ടും, മായികൈ മായാമയങ്ങളായ, ശോകൈ ദുഃഖങ്ങൾ കൊണ്ട്, ന മുഖ്യതി മോഹം ശമിക്കുന്നില്ല, യ തു യാതൊരുവനാകട്ടെ, ദുഹ്യതി ഇവനിൽ ദ്രോഹം പ്രവർത്തിക്കുന്നുവോ, സഹ അവൻ, നശ്യേ നശിക്കും, ഇതി എന്ന്, ഋഷിവര്യ ഋഷിശ്രേഷ്ഠൻ, തേ അങ്ങയുടെ, മഹത്വം മാഹാത്മ്യം, അവതത് വിവരിച്ചു പറഞ്ഞു. ഹരി ഓം. വിവരണം. ഭഗവാനിൽ ഭക്തിയുള്ളവൻ സംസാരചക്രത്തിൽ നിന്നും മുക്തനാകുന്നു. ഭഗവാനോട് വിദ്വേഷമോ അഭിമുഖ്യമില്ലായ്മയോ ഉള്ളവൻ സംസാരത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയേയുള്ളൂ. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. യേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിരബന്ധുലോകമമലപദം ശ്രോഷ്യതി സുവിമലകീർത്തിൻ അശേഷ്യതി ഭവൻ വിഭൂതിം ഋഷിഭിർഊജേ. അന്വയം അർത്ഥം. ബഹുതര ദൈത്യാൻ വളരെയധികം ദൈത്യന്മാരെ, യേഷ്യതി ഈ പുത്രൻ ജയിക്കും, നിജബന്ധുലോകം തൻ്റെ ബന്ധുസമൂഹത്തെ, അമലപദം കേവലമായ മുക്തിപദത്തെ, നേഷ്യതി നയിക്കുന്ന, അസ്യ ഇവൻ്റെ, സുവിമല കീർത്തി പരിശുദ്ധവും ശ്രേഷ്ഠവുമായ പ്രശസ്തി, ശ്രോഷ്യതി അങ്ങ് കേൾക്കും, ഇതി എന്നിപ്രകാരം, ഋഷി ഗർഗമഹർഷി, ഭവൻ വിഭൂതി അവിടുത്തെ ഐശ്വര്യം, ഊജെ വിസ്തരിച്ചു പറഞ്ഞു. ഹരി ഓം. സാരം. അസുരചിത്തവൃത്തികളോടുകൂടിയവരെ ജയിക്കുകയും സാത്വികചിത്തവൃത്തികൾക്ക് മോക്ഷം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന നന്ദനൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് നന്ദഗോപർ തുടങ്ങിയവർക്ക് കേൾക്കാൻ സാധിക്കും.